ലിറ്റിൽ ടീച്ചർ ചാനലിൻ്റെ LSS സ്റ്റഡി ടൈമിലേക്ക് എല്ലാവർക്കും ഹായ് കൂട്ടുകാരെ, മലയാളം പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുശ്ശേരിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് അല്ലേ? എഴുത്തുകാരെ കുറിച്ച് പഠിക്കണം അല്ലേ? കഥ, നോവൽ, കവിത എന്നിവ എഴുതിയ എഴുത്തുകാരെ കുറിച്ച് ചോദിക്കാറുണ്ട്. വെണ്ണക്കണ്ണൻ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ചെറുശ്ശേരിയെ കുറിച്ച് പഠിക്കാലോ. ഇപ്പോൾ വെണ്ണക്കണ്ണൻ പറഞ്ഞു. വെണ്ണക്കണ്ണൻ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണല്ലേ. ചെറുശ്ശേരിയുടെ ഫുൾ നെയിം എന്താ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1475 മുതൽ 1575 വരെ. 1475 മുതൽ 1575 വരെ. ഓക്കെ. ചെറുശ്ശേരി ജനിച്ച നാടേതാ? അറിയണ്ടേ? കാനത്തൂർ ഗ്രാമത്തിൽ ജനിച്ചു. ആര് ജനിച്ചു? ചെറുശ്ശേരി. ചെറുശ്ശേരി കാനത്തൂർ ഗ്രാമത്തിൽ ജനിച്ചു. ഓക്കെ. ചെറുശ്ശേരിയുടെ കാവ്യം. ചെറുശ്ശേരിയുടെ കാവ്യം ഏതാ? കൃഷ്ണഗാഥ അല്ലേ? കൃഷ്ണഗാഥന്റെ മറ്റൊരു പേരാണ് കൃഷ്ണപ്പാട്ട്. കൃഷ്ണഗാഥന്റെ മറ്റൊരു പേരാണ് കൃഷ്ണപ്പാട്ട്. കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ കളി. കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ കളി ഏതാ? ചതുരംഗം. ചതുരംഗമാണ് കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ കളി. ഓക്കെ. അടുത്ത ചോദ്യമാണ്, കൃഷ്ണഗാഥ രചിച്ച വൃത്തം. കൃഷ്ണഗാഥ രചിച്ച വൃത്തം മഞ്ചരി വൃത്തം. മഞ്ചരി വൃത്തമാണ് കൃഷ്ണഗാഥ രചിച്ച വൃത്തം. ഓക്കെ. മാതൃഭാഷയിലെ മഹനീയ കാവ്യങ്ങളിൽ പ്രഥമ സ്ഥാനം ആർക്കാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയ്ക്കാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയ്ക്കാണ്. ഓക്കെ. ഉദയവർമ്മ രാജാവിന്റെ സന്ധ്യസ്ഥനായിരുന്നു. ആര്? ചെറുശ്ശേരി. ഉദയവർമ്മ രാജാവിന്റെ സന്ദസ്യനായിരുന്നു ആര്? ചെറുശ്ശേരി അല്ലേ? ഭൂതപ്പാട്ട് എഴുതിയത് ആരാണ്? ചെറുശ്ശേരി. നമ്മുടെ ചെറുശ്ശേരിയാണ് ഭൂതപ്പാട്ട് എഴുതിയത് അല്ലേ? അതിന്റെ കഥാപാത്രം ആരാണ്? നങ്ങേരിയാണ് അതിന്റെ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാചീന കവയത്രം. ഏതാണ്? പ്രാചീന കവയത്രം. ഓക്കെ. എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി അല്ലേ? നമ്മുടെ ചെറുശ്ശേരിയുണ്ട് അല്ലേ? എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ അല്ലേ? അപ്പോൾ നമുക്കത് ഈസിയായി പഠിക്കണ്ടേ? എങ്ങനെ പഠിക്കാം? പ്രാചീന കവയത്രം. പ്രാചീന എഴുത്തുകാരൻ. പ്രാചീന എഴുത്തുകാരൻ ചെറുകുഞ്ചൻ. പ്രാചീന എഴുത്തുകാരൻ ചെറുകുഞ്ചൻ. അപ്പൊ ഞാൻ പ്രാചീന എഴുത്തുകാരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? പ്രാചീന എഴുത്തുകാരൻ. പ്രാചീന കവയത്രം എന്ന് ഓർക്കാനാണ് പ്രാചീന എന്ന് പറയുന്നത്. എഴുത്തുകാരൻ, എഴുത്തച്ഛൻ എന്ന് ഓർക്കാനാണ് എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ചെറുകുഞ്ചൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെറു എന്ന് പറയുമ്പോൾ ചെറുശ്ശേരി. ചെറു എന്ന് പറയുമ്പോൾ ചെറുശ്ശേരി. പിന്നെ കുഞ്ചൻ നമ്പ്യാർ.
അടുത്തൊരു വേർഡുകളാണ് ആധുനിക കവയത്രം. ആധുനിക കവയത്രം അതിൽ വന്നിട്ടുള്ളത് ഏത് ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആരാണ്? കുമാരനാശാൻ, വള്ളത്തോള്, ഉള്ളൂർ. കുമാരനാശാൻ, വള്ളത്തോള്, ഉള്ളൂർ. ഇതും നമുക്ക് ഇതേപോലെ പഠിച്ചെടുക്കണ്ടേ? എങ്ങനെ പഠിക്കാം? ആധുനിക കുമാരൻ വെള്ളത്തിൽ ഉള്ളിയിട്ടു. ആധുനിക കുമാരൻ വെള്ളത്തിൽ ഉള്ളിയിട്ടു. അപ്പൊ ഞാൻ ഇത് അർത്ഥം പറയുന്നത് ആധുനിക കുമാരൻ. ആധുനിക കവയത്രം എന്ന് ഓർക്കാനാണ് ആധുനിക കുമാരൻ. കുമാരൻ, ആധുനിക കുമാരൻ. കുമാരൻ എന്ന് പറയുന്നില്ലേ, കുമാരനാശാൻ എന്ന് ഓർക്കാനാണ് കുമാരൻ എന്ന് പറയുന്നത്. വള്ളത്തിൽ ഇട്ടു. വള്ളത്തിൽ എന്തിട്ടു? ഉള്ളിട്ടു അല്ലേ? വള്ളത്തിൽ ഉള്ളിട്ടു. അപ്പോൾ വള്ളത്തിൽ നിന്ന് വള്ളത്തോൾ എന്ന് ഓർക്കാനാണ് എന്ത് വെക്കുന്നത്? വള്ളത്തിൽ ഉള്ളിട്ടു എന്ന് വെക്കുന്നത്. ഉള്ളിട്ടു എന്ന് പറയുന്നത് ഉള്ളൂർ നിന്നാണ് ഉള്ളിട്ടു എന്ന് പറയുന്നത്. ഉള്ളി എന്ന് ഇവിടെ ഈയും കൂടി ആക്കിയാൽ, ഈ ചിഹ്നം കൂടി ആക്കിയാൽ മതി. ഉള്ളി എന്നാവില്ലേ? അതുകൊണ്ടാണ് ഉള്ളിട്ടു എന്ന് പറയുന്നത്. ഓക്കെ. ഈ അമൃതം എന്ന പാഠം എഴുതിയത് ആരാണ്? നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞു തരാം. ഡോക്ടർ കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിൽ നിന്ന് അമൃതം എന്ന പാഠം എഴുതിയെടുത്തത്. അയാൾ മഞ്ഞപ്പാവട എന്ന കഥയും എഴുതിയെടുത്തിട്ടുണ്ട്. പ്രാചീന കവയത്രം ഓർക്കാനാണ് പ്രാചീന എഴുത്തുകാരൻ ചെറുകുഞ്ചൻ. പ്രാചീന എഴുത്തുകാരൻ ചെറുകുഞ്ചൻ. അനുകവയത്രിക കവയത്രം ഓർക്കാനാണ് ആധുനിക കുമാരൻ വള്ളത്തിൽ ഉള്ളിയിട്ടു. ആധുനിക കുമാരൻ വള്ളത്തിൽ ഉള്ളിയിട്ടു. ഈ അമൃതം എന്ന പാഠം എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിൽ നിന്നാണ്. ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരാം. ബൈ. Thank you for watching.